ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് ക്യാമ്പ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ്. എല്ലാത്തിന്റെയും വിട്ട് വരുന്നത് 44 ഇഞ്ച് വിട്ടിൽ തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 119 പെർ മീറ്ററിലാണ്. പ്യുവർ കോട്ടൺ ആണ്. ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം പ്യുവർ കോട്ടണിലുള്ളതാണ് കേട്ടോ ക്യാമ്പ്രിക്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന പോലെ, അതായത് ലൈനിങ് ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാം, വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു സ്മോക്ക് ഗ്രേ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫാബ്രിക് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ ക്യാമ്പ്രിക് ആണ്. ഇതിനകത്ത് പോയിട്ടുള്ളത് സ്ക്രീൻ പ്രിന്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പ്യുവർ കോട്ടണിൽ വരുമ്പോൾ എപ്പോഴും തന്നെ സ്ക്രീൻ പ്രിന്റിലാണ് വരാറുള്ളത്. ഇത് ഒരു എന്താ പറയുക, ലൈറ്റ് ടോൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരു പേസ്ലി പ്രിന്റിന്റെ സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ് പോകുന്നത്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന സിഗ്സാഗ് ഡിസൈൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സിഗ്സാഗ് ഒക്കെ എപ്പോഴും തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിരിക്കുന്നതും ആ ഒരു പാറ്റേണിലാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ, അത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം. നമ്മൾ ഇത് മാത്രം വെച്ചിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത്. സിഗ്സാഗ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്തികളൊക്കെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഹോട്ട് സീസൺ ആയതുകൊണ്ട് ഇനി കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ കാണുന്നത് പിങ്ക് കളറിലാണ്. പിങ്കിനകത്ത് തന്നെ ആദ്യം കണ്ട ഒരു സിഗ്സാഗ് ആണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇതിങ്ങനെ വെച്ചപ്പോ ഒന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ ഫസ്റ്റ് സിഗ്സാഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് കളറാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്, താഴോട്ട് പോകുന്ന പോലെ. പിങ്കിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിന്റും വൈറ്റ് കളറിലുള്ള പ്രിന്റുമാണ് പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു പേസ്ലിയുടെ പ്രിന്റ് ഒന്ന് നോക്കാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പേസ്ലി പ്രിന്റ് മാത്രമാണ്. മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിലും ഞാൻ അത് മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ചെയ്തത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ്. ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഈ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പിങ്കിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിന്റ് ആണ്. ആദ്യം കണ്ടതിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ പ്രിന്റുകൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നതും ചിക്കു ഷെയ്ഡിലാണ്. നമ്മൾ കണ്ട സിഗ്സാഗിന്റെ തന്നെ ചിക്കു ഷെയ്ഡിലുള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് വൺ കാണുന്നത്. ഇതിന്റെ ഡിസൈൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ചിക്കു ഷെയ്ഡിൽ ബ്ലൂവും അതുപോലെ വൈറ്റ് കളറിലുമുള്ള പ്രിന്റാണ്. എല്ലാം ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള പ്രിന്റിലാണ് പോകുന്നത്. ചിക്കുവിനകത്ത് തന്നെ പേസ്ലി പ്രിന്റ് ഒന്ന് കാണാം. 2 പ്രിന്റുകളാണ്, സിഗ്സാഗും പേസ്ലിയാണ് അധികം തന്നെ പോയിട്ടുള്ളത്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്. ഇതിന്റെ ഈ ഒരു സിഗ്സാഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല. മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിലും ഞാൻ ഇത് വെച്ച് ചെയ്തില്ല. ഞാൻ ചെയ്തത് പേസ്ലി പ്രിന്റ് മാത്രമാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഡിസൈൻ വരുന്നത്. നമുക്കിതിന്റെ പേസ്ലി നോക്കാം. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സെയിം ഫാബ്രിക് ആണ്, പേസ്ലി ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ക്യാമ്പ്രിക്കിലുള്ള 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യണേ. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.